ഇനി ഇടുക്കിയിലേക്ക് പോകാം. അവിടെ ആനയിറങ്കലിൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ മറികടന്ന് ബഹുനില കെട്ടിട നിർമ്മാണം. ആനയിറങ്കൽ ടൂറിസം പ്രൊജക്ടിന്റെ പ്രവേശന കവാടത്തിന് എതിർവശത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ദേശീയപാതയോട് ചേർന്നുള്ള അനധികൃത നിർമ്മാണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് ആനയിറങ്കൽ ടൂറിസം പദ്ധതിയുടെ പ്രവേശന കവാടത്തിന് എതിർവശത്താണ് ബഹുനില കെട്ടിടം അനധികൃതമായി നിർമ്മാണം നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണ്. (11/4/2024) ആ ലാൻഡിൻ്റെ ഓണർ VT ജോയ് എന്ന ആൾക്ക് നമ്മളൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അതിൻ്റെ പകർപ്പ് നമ്മൾ SHOയ്ക്ക് കൊടുക്കുകയും, അതായത് അനധികൃതമായി ഇത് പണിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞ് SHOയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണ്. അയാളത് കൈപ്പറ്റിയിട്ടുണ്ട്, ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. തുടർന്നൊരു മറുപടിയായിട്ട് ഇവിടെ വന്ന് ഇനി തുടർന്ന് പണിയില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ അതുവഴിക്ക് കടന്നു പോയപ്പോൾ അവിടെ വലിയ രീതിയിൽ കെട്ടിടം ഉയർന്നു വരുന്നതായി കാണുകയുണ്ടായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇയാൾ പെർമിറ്റിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം മറ്റൊരിടത്താണ്. പഞ്ചായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ആദ്യം പെർമിറ്റ് സമ്പാദിച്ചത്. ഇത് കണ്ടെത്തിയതോടെയാണ് നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയത്. അനധികൃത നിർമ്മാണം നടക്കുന്ന ഭൂമിയുടെ പുറകുവശത്തായിട്ട് 5 സെന്റ് പട്ടയഭൂമിയുണ്ട്. പുള്ളിക്ക് രാജകുമാരി വില്ലേജിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അത് 93 പട്ടയമാണെന്നും പറഞ്ഞ് ആ പട്ടയഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പെർമിറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നടക്കുന്ന അനധികൃത നിർമ്മാണം നടക്കുന്നത് ആ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല. ഇത് വേറൊരു ഭൂമിയാണ്, വേറെ സർവേ നമ്പറിൽപ്പെട്ട ലാൻഡാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു കെട്ടിടം നിലനിന്നിരുന്നു. അതിന് പഞ്ചായത്തിൽ കരമടച്ചിരുന്നതുമാണ്. ഈ കെട്ടിടം നശിച്ചതിന് ശേഷം ഓൺലൈനായി കരമടവ് തുടർന്നു. പിന്നീട് നിലവിലെ കൈവശക്കാരൻ ഓണർഷിപ്പ് മാറ്റുവാൻ അപേക്ഷ നൽകി. സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് ഇല്ലാത്ത കെട്ടിടത്തിന്റെ ഓണർഷിപ്പ് മാറ്റുവാനാണ് അപേക്ഷയെന്ന് മനസ്സിലായത്. തുടർന്ന് ഉടമ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ വ്യക്തമായ രേഖകൾ പഞ്ചായത്ത് ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നിർത്തിവെക്കൽ ഉത്തരവ് മറികടന്നുള്ള നിർമ്മാണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.